ബഹ്റൈനിൽ 1,31,000 ലഹരി ഗുളികകൾ പിടികൂടി. ലബനാനിൽ നിന്ന് എയർ കാർഗോ വഴി ബഹ്റൈനിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി ഗുളികകളാണ് ആന്റി നാർക്കോട്ടിക് സംഘം പിടികൂടിയത്. വൻ അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തെയാണ് ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പിടിച്ചെടുത്തത് 6,40,000 ദിനാർ വില വരുന്ന ക്യാപ്റ്റഗൺ ലഹരി ഗുളികകളും മെറ്റൽ പൈപ്പുകൾക്കുള്ളിലാക്കി ബഹ്റൈനിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരിമരുന്നിന്റെ മൂല്യം ഏകദേശം 14 കോടി ഇന്ത്യൻ രൂപയ്ക്കും മുകളിലാണ്. ബഹ്റൈൻ എയർ കാർഗോ പോർട്ട് വഴിയാണ് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്താൻ ലഹരി മാഫിയ പദ്ധതിയിട്ടത്. എന്നാൽ കൃത്യമായ കണക്കുകൂട്ടലോടെ കെണിയൊരുക്കി കാത്തിരുന്ന ബഹ്റൈൻ ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് ലഹരി സംഘത്തിന്റെ സകല പദ്ധതിയും പൊളിച്ചെടുക്കുകയായിരുന്നു. ബഹ്റൈൻ ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റും എയർ കാർഗോ ഡയറക്ടറേറ്റ് ഓഫ് കസ്റ്റംസ് അഫയേഴ്സുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനിലാണ് ലഹരിക്കടത്ത് സംഘത്തിന് പൂട്ടുവീണത്. ഖത്തർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഡ്രഗ് എൻഫോഴ്സ്മെന്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കള്ളക്കടത്തുകാർക്കായി ബഹ്റൈൻ വലവിരിച്ചത്. മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന 38-കാരിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലബനാനിൽ നിന്നാണ് ലഹരി ഗുളികകൾ കയറ്റുമതി ചെയ്തതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.